أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طاسيم ميم. تلك آيات الكتاب المبين. نتلو عليك من نبأ موسى وفرعون بالحق لقوم يؤمنون. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1301 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിൻ്റെ ആമുഖമാണിന്ന്. പഠനം ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താസീൻ. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. نتلو عليهم نبأ موسى وفرعون بالحق لقوم يؤمنون. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിന്റെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഖസസ്. സൂറത്തുൽ ഖസസിന്റെ പഠനമാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂറത്തുകളും നമ്മൾ പഠന വിധേയമാക്കി ഈ 28-ാമത്തെ സൂറത്തിലെത്തിയിരിക്കുകയാണ്. 88 ആയത്തുകളാണ് സൂറത്തുൽ ഖസസിൽ കാണാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ പ്രബോധന ദൗത്യ നിർവഹണ കാലത്താണ് ഈ സൂറത്ത് അവതരിക്കുകയുണ്ടായിട്ടുള്ളത്. 3 സൂറത്തുകൾ, സൂറത്ത് ശുഅറാഉം സൂറത്തുൽ നംലും സൂറത്തുൽ ഖസസും അടുത്തടുത്താണ് ഈ സൂറത്തുകൾ വരുന്നത്. 26, 27, 28 ഈ 3 സൂറത്തുകൾ വിശുദ്ധ ഖുർആനിൽ ക്രമീകരിക്കപ്പെട്ടത് തന്നെ ചേർന്ന അവസ്ഥയിലാണ്. ഈ 3 സൂറത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ദൗത്യ നിർവഹണ കാലങ്ങളിലായിട്ട് അവതരിച്ചതാണ് എന്ന് പ്രമുഖരായ സഹാബിമാര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, ജാബിർബ്നു സെയ്ദ് തുടങ്ങിയ പ്രമുഖരായ സഹാബിമാര് ഈ സൂറത്തുകള് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധിത സമൂഹത്തിന്റെ തിരസ്കാരവും അവർ കാരണമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന
പ്രതിസന്ധികൾ നിറഞ്ഞൊരു ഘട്ടത്തില് മുഖ്യമായിട്ടും മക്കയിലെ ആ പ്രബോധിത സമൂഹത്തെ കേൾപ്പിക്കുക എന്ന താല്പര്യത്തോടു കൂടി ചരിത്ര വിവരണത്തിന്റെ സ്വഭാവം അടങ്ങിയിട്ടുള്ള വിധത്തിലാണ് ഈ 3 സൂറത്തുകളും അവതരിപ്പിക്കപ്പെടുന്നത്. ഈ 3 സൂറത്തുകളിലും പൊതുവായി കാണാൻ കഴിയുന്നത് മൂസ അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വിവരണമാണ്. 3ലും ഒരേ കാര്യമല്ല പറയുന്നത്. പക്ഷേ ഈ 3 സൂറത്തുകളിലുമായിട്ട് നൽകപ്പെടുന്ന വിവരണങ്ങൾ ചേർത്ത് വെച്ചാൽ മൂസ അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വിവരണം ഏകദേശമൊക്കെ അതിന്റെ പൂർണ്ണത നേടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ സൂറത്തിന്റെ പേര് അൽ ഖസസ് എന്നാണ്. അൽ ഖസസ്. ഖസസ് എന്ന് പറഞ്ഞാൽ കഥനം എന്ന് മലയാളത്തിൽ പറയാം. കഥ വിവരിക്കല്, അതാണ് കഥനം. നരേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്ന ഒരു പ്രയോഗമാണ്. അറബിയിൽ കഥക്ക് പറയുന്ന പേര് ഖിസ്സ എന്നാണ്. ഖിസ്സ, അതിന്റെ ബഹുവചനമാണ് ഖിസസ്. ഈ ഖിസസ് എന്ന വാക്കാണ് ഖസസ് എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തില് ആ റൂട്ടിൽ നിന്ന് വന്ന മറ്റൊരു വാക്കാണ് ഖസസ് എന്നത്. അതിന്റെ അർത്ഥം കഥകൾ എന്നല്ല, കഥനം എന്നാണ്. കഥാവിവരണം, അതല്ലെങ്കിൽ നരേഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഈ സൂറത്തിൽ 25-ാമത്തെ ആയത്തില് വഖസ്സ അലൈഹിൽ ഖസസ് എന്നൊരു പ്രയോഗം കാണാം. മൂസ അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത് ശുഐബ് അലൈഹിസ്സലാമിന്റെ അടുക്കൽ എത്തിയതിനെ തുടർന്ന് തന്റെ അനുഭവങ്ങളും താൻ ഈജിപ്ത് വിട്ട് പോരേണ്ടി വന്ന സാഹചര്യമൊക്കെ ശുഐബ് അലൈഹിസ്സലാമിന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ആ സംഗതിയെ പരാമർശിച്ചുകൊണ്ട് ഖുർആൻ പറയുന്ന ഒരു കാര്യമാണ് വഖസ്സ അലൈഹിൽ ഖസസ്. അദ്ദേഹം തന്റെ കഥാകഥനം അദ്ദേഹത്തിന് കഥനം ചെയ്തു കൊടുത്തു, കേൾപ്പിച്ചു എന്നൊക്കെ. ആ പ്രയോഗത്തിൽ നിന്നാണ് ഈ തലക്കെട്ട്, ഈ നാമമായിട്ട് സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വാക്ക് വരുന്നത്. ഒരു നിലക്ക് പറഞ്ഞാൽ ഈ സൂറത്ത് വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നൽകപ്പെട്ട ഒരു പേര് എന്നതാണ് അൽ ഖസസ് എന്നത് എന്ന് കാണാം. അതല്ലെങ്കിൽ ആശയപരമായിട്ട് ഈ സൂറത്തില് ഒരു കഥനം നിർവഹിക്കപ്പെടുന്നുണ്ട് മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഉള്ളടക്കവും പരിഗണിച്ചുകൊണ്ട് വന്ന ഒരു പേരാണ് അൽ ഖസസ് എന്നത്. മനസ്സിലാക്കുന്നതിൽ, ആ വിധത്തിൽ മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വേറെയും വിഷയങ്ങൾ, വേറെയും പ്രതിപാദ്യ വിഷയങ്ങൾ ഈ സൂറത്തിൽ വരുന്നുണ്ട്. എങ്കിൽ പോലും മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഥനം ആണ് ഈ സൂറത്തിൽ മുഖ്യമായിട്ടും നിർവഹിക്കപ്പെടുന്നത് എന്ന നിലയ്ക്ക് അതിന്റെ പ്രതിപാദ്യം പരിഗണിച്ചുകൊണ്ടുകൂടി വരുന്ന ഒരു പേരാണ് എന്ന് കാണാം. അതേസമയത്ത് ഈ വാക്ക് തന്നെ 25-ാമത്തെ ആയത്തില് വരുന്നുണ്ട്. അപ്പോ സംഭവങ്ങളുടെ ഒന്നിനു പുറകെ ഒന്നായി കഥനം ചെയ്യുന്ന, നരേറ്റ് ചെയ്യുന്ന അതിന്റെ സമയക്രമം അനുസരിച്ച് ക്രോണോളജിക്കൽ ആയിട്ടുള്ള ഒരു വിവരണം നൽകുന്നതിനാണ് ഖസസ് എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പോ 2 നിലക്കും അതിന്റെ ഉള്ളടക്കം പരിഗണിച്ചുകൊണ്ടും അതിലെ പ്രമേയവും പ്രതിപാദ്യ വിഷയം പരിഗണിച്ചുകൊണ്ടായ ഇനി ഈ സൂറത്തിന് തിരിച്ചറിയാനുള്ള ഒരു അടയാളപ്പെടുത്തൽ എന്നുള്ള നിലക്കായാലും ഈ തലവാചകം അല്ലെങ്കിൽ ഈ തലക്കെട്ട് അൽ ഖസസ് എന്ന പേര് പ്രസക്തമാണ്. ഞാനിവിടെ സൂചിപ്പിച്ച വിധത്തില് ഈ സൂചിപ്പിക്കുന്നത് അശ്ശുഅറാ, അന്നംല്, അൽ ഖസസ്
ഈ 3 സൂറത്തുകളും ഒന്നിനു പുറകെ ഒന്നായി ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് അവതരിക്കുന്നത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിന്റെ ശൈലിയും ഉള്ളടക്കവും ഭാഷാ പ്രയോഗങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടും ഈ 3 സൂറത്തുകൾക്കും സമാനതകളുണ്ട് എന്നതും ഈ 3 സൂറത്തുകളും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ അവതരിച്ചതാവാൻ സാധ്യതയുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോ ഈ സൂറത്തിന്റെ തലക്കെട്ട് അൽ ഖസസ് എന്നാണ്. ഇത് അവതരിച്ചിരിക്കുന്നത് മക്കയിലാണ്. മക്കയിൽ തന്നെ അശ്ശുറാവും അതുപോലെ നംലും ഒക്കെ അവതരിപ്പിക്കപ്പെട്ട കാലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കാലത്താണ് ഇത് അവതരിച്ചിട്ടുള്ളത്. 88 ആയത്തുകളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഈ സൂറത്തിന്റെ തുടക്കം നമ്മള് സൂറത്ത് നംലിന്റെ തുടക്കത്തിൽ കണ്ട പോലെ അവിടെ 2 അക്ഷരങ്ങളാണ്. ത്വാസീൻ എന്നാണ് സൂറത്തിന്റെ തുടക്കമായിട്ട് സൂറത്ത് നംലിൽ ഉള്ളത്. ഇവിടെ ഒരക്ഷരം കൂടി അതിലേക്ക് ചേർക്കപ്പെട്ടതായിട്ട് കാണാം. മുഖത്താഴത്ത് 3 അക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളത്. താസീൻ മീം, അങ്ങനെയാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. അപ്പോ ഇതില് മുഖ്യമായിട്ടും പ്രതിപാദിക്കപ്പെടുന്നത് മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രമാണ്. അതിൽ ഞാൻ സൂചിപ്പിച്ചു മറ്റു 2 സൂറത്തുകൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കുമ്പോൾ മൂസ അലൈഹി ഇസ്ലാം, അതുപോലെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഫിറഔനിൽ ആധിപത്യം വാണിരുന്ന ഈജിപ്തിൽ ആധിപത്യം വാണിരുന്ന ഫിറഔൻ ഒക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന സംഭവങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ ഈ സൂറത്തിന്റെ മുഖ്യമായ ഉള്ളടക്കം. അതില് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം എന്നത് നമുക്ക് കാണാൻ കഴിയും. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്ക് ദൗത്യ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തില് അദ്ദേഹത്തിനെതിരെ പല സംശയങ്ങളും ഉന്നയിക്കുകയും സന്ദേഹങ്ങൾ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദൂതനായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഒരു നിലപാടാണ് മക്കയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ആ ഘട്ടത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ അവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെ നേരിടുക എന്ന, അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷം എന്താണ് എന്നത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാതിരിക്കാൻ കാരണമായിട്ട് അവർ ഉന്നയിക്കുന്ന തടസ്സവാദങ്ങൾ, ആ തടസ്സവാദങ്ങളെ ഗണ്ണിക്കുന്നു എന്നതാണ് ഈ സൂറത്തിന്റെ മറ്റൊരു സുപ്രധാനമായ കാര്യം. അപ്പൊ ആ ഗണ്ണിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ മക്കയിലെ ആളുകൾ ഉന്നയിക്കുന്ന കാര്യങ്ങളെ നേരിടുന്ന വിധത്തിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതിൽ ഉയർത്തി കാണിക്കപ്പെടുന്നത്. ഈ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഥ ഇവിടെ കഥനം ചെയ്യപ്പെടുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സുപ്രധാനമായ കാര്യങ്ങളില് ചിലത് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടതായിട്ടുള്ള ചിലത്, അതിലൊന്ന്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അവൻ്റെതായ മാർഗത്തിലൂടെ അത് നടപ്പിലാക്കും. പലപ്പോഴും അത്തരം സംഗതികള് നടപ്പിലാകുന്നതിനോട് ശക്തമായ എതിർപ്പുള്ള ആളുകളെ തന്നെ അതിന് ഉപകരണങ്ങളാക്കി എന്നും വരാം. അള്ളാഹുവിന്റെ ഇച്ഛ, അള്ളാഹുവിന്റെ മശീഅത്ത് നടപ്പിലാക്കുന്നതിന് അള്ളാഹുവിന്റെ മുന്നിൽ യാതൊരു തടസ്സവുമില്ല. അതിനോട് എതിർപ്പുള്ള ആളുകളെ തന്നെ അതിന്റെ ഉപകരണങ്ങളാക്കി മാറ്റാൻ
അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവും ഇല്ല എന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം ഈ സൂറത്ത് ചൂണ്ടിക്കാണിക്കുന്നു. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ വിവരിക്കപ്പെടുന്ന സംഗതി, ബനു ഇസ്രായേൽ സമൂഹത്തോട് ശത്രുതാപരമായി നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈജിപ്തിലെ ഭരണാധികാരി അവരുടെ കുടുംബങ്ങളിൽ ജനിക്കുന്ന ആൺമക്കളെ കൊന്നൊടുക്കുകയും പെൺമക്കളെ അപമാനിതരാക്കി വിടുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ബനു ഇസ്രായേൽ സമൂഹത്തിൽ തന്നെ പിറവിയെടുക്കുന്ന ഒരു കുഞ്ഞിനെ ഈ ബനു ഇസ്രായേൽ മക്കളെ വേട്ടയാടിക്കൊണ്ടിരുന്ന അതേ ഭരണാധികാരിയുടെ ഒത്താശയോടെയും സഹകരണത്തോടെയും പിന്തുണയോടെയും ഒക്കെ അയാളുടെ തന്നെ കൊട്ടാരത്തില് ബാല്യം പിന്നിടുവാനും അവിടെ വളർന്നു വരാനും സാഹചര്യം ഒരുക്കുന്നു എന്നത് അള്ളാഹുവിന്റെ ഒരു മശീഅത്ത് നടപ്പിലാക്കപ്പെടലാണ്. അള്ളാഹുവിനോട് എത്ര ശത്രുതയും വിരോധവും കാണിക്കുന്നവരായാൽ പോലും അവരെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിന് അള്ളാഹുവിന് യാതൊരു തടസ്സവും നേരിടുന്നില്ല. അള്ളാഹുവിന് അഗോചരമായ പല സംവിധാനങ്ങളും പല വഴികളും അതിനായിട്ടുണ്ട് എന്നതാണ് സൂറത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, അള്ളാഹു ഒരാളെ ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് പ്രവാചകനായി നിയോഗിച്ചയക്കുന്നു. അങ്ങനെ അയക്കുക എന്നത് വളരെ സ്വാഭാവികമായ നിലയിൽ വളരെ സ്വാഭാവികതയുള്ള വിധത്തിലാണ് അള്ളാഹു ചെയ്യുന്നത്. ഉലകം മുഴുവനും കൊട്ടി അറിയിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി എല്ലാവരും കേട്ടു എന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിൽ അള്ളാഹു ഒരു പ്രസ്താവന നടത്തിക്കൊണ്ടൊന്നുമല്ല ഒരാളെ ദൂതനായിട്ട് നിയോഗിച്ചയക്കുന്നത്. വാനഭുവനങ്ങളെ കിടിലം കൊള്ളിക്കുന്ന ഒരു വലിയ ഗർജനം കേൾപ്പിച്ചുകൊണ്ടൊന്നുമല്ല ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചയക്കുന്നത്. ഒരു സമൂഹത്തിലേക്ക് ഒരു ദൂതനെ ദൈവിക ദൗത്യം നിർവഹിക്കാനായിട്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അത് ചെയ്യുന്നു. അത് അവന്റെ ഇച്ഛയാണ്, അവൻ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിനെ എല്ലാവരെയും കേൾപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യുന്ന വലിയ ആരവങ്ങളോടുകൂടി, വലിയ സന്നാഹങ്ങളോടുകൂടി, വലിയ സൈനിക പിൻബലത്തോടുകൂടിയൊന്നും അങ്ങനെ വന്നൊരു പ്രഖ്യാപനം നടത്തുന്ന ഒരു രീതിയൊന്നും അള്ളാഹുവിനില്ല. അതേപോലെ തന്നെ പൂർവിക പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വിധത്തിലുള്ള അതേ അമാനുഷികതകളുടെ കാര്യങ്ങൾ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിക്കൊള്ളുന്നില്ല. അതൊക്കെ അള്ളാഹുവിന്റെ ഇച്ഛയുടെ ഭാഗമാണ്. യുക്തമായത്, ആവശ്യമായത് അവ ചെയ്യുന്നു എന്നതാണ് വസ്തുത. അതില് പ്രബോധിത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ ചോദ്യം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനായി നിയോഗിക്കപ്പെട്ട ഘട്ടത്തില് മക്കയിലെ ആളുകള്, സ്വന്തം നാട്ടുകാര് ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം, ലമാ ഊത്തിയ മിസ്ലമ ഊത്തിയ മൂസ, എന്തേ മൂസാക്ക് നൽകപ്പെട്ടതുപോലെയുള്ളതൊന്നും ഇയാൾക്ക് നൽകപ്പെടാതെ പോയത് എന്നതാണ് അവർ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം. മൂസ അലൈഹി ഇസ്ലാമിന് ദൗത്യ നിർവഹണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി എന്ത് തരം മുഅ്ജിസാത്തുകളാണ് നൽകേണ്ടത് എന്നത് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അതേ വിധത്തിലുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുക എന്നതല്ല അള്ളാഹുവിന്റെ രീതി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കേണ്ട ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ട പിൻബലമായിക്കൊണ്ട് വേറെ ചിലതൊക്കെ അള്ളാഹു അദ്ദേഹത്തിന് നൽകുന്നുണ്ടാവും. അത് അള്ളാഹുവിന്റെ ഇച്ഛയാണ്, അള്ളാഹുവിന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോ ഒരിക്കലും തന്നെ ആളും വാളും പരിവാരങ്ങളും ഒക്കെ ആയിട്ട് കാടിളക്കി വലിയ ശബ്ദായമാനമായ വിധത്തില് കടന്നു വരുന്ന ഒരു രീതിയല്ല അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകിയിട്ടുള്ളത്.
അങ്ങനെയല്ല പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണം നടപ്പിലാക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ അവൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ വലിയ സൈനിക പിൻബലവും ആളും വാളും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന തരത്തിലുള്ള അധികാരികളും ഒക്കെയായ ആളുകൾ പലരും പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണം നടക്കുന്നതോടെ മുട്ടുതേണ്ടി വരുന്നു എന്നത് അതെ. മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യം പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതോടുകൂടി സമാന്തരമായി സംഭവിക്കുന്നത് വലിയൊരു ഭൂപ്രദേശത്തിന്റെ അധിപനായി ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരിയായി വാണിരുന്ന ആള് ഉപ്പുകുത്തുന്നതാണ്. നമ്മളത് ചരിത്രത്തിൽ കാണുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും അത് വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടിരുന്ന വിശിഷ്ടമായ മുഅ്ജിസത്തുകളിൽ ചിലതൊന്ന് വടി തറയിലിടുമ്പോ അത് പാമ്പായി മാറുന്നു എന്നത്. അതുപോലെ ആ വടി കൊണ്ട് ചില അസാധാരണമായ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നു എന്നത്. അതുപോലെ തന്റെ കൈ പുറത്തെടുക്കുന്നതോട് അത് വെട്ടിത്തിളങ്ങുന്ന വിധത്തിൽ ആയി മാറുന്നത്. ഇതൊക്കെ തന്നെ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള സംഗതികളാണ്. എന്തുകൊണ്ട് ഇത് അല്ലെങ്കിൽ ഇതുപോലെയുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകപ്പെടുകയുണ്ടായില്ല എന്ന ചോദ്യം പ്രബോധിത സമൂഹം ഉന്നയിക്കുന്നത് ഒരു നിലക്കും പ്രയോജനകരമല്ല, ഫലപ്രദമല്ല. അത് അള്ളാഹുവിന്റെ ഇച്ഛയാണ്. ഏത് പ്രവാചകന് എന്ത് തരത്തിലുള്ള മുഅ്ജിസത്ത് നൽകണം എന്നത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ഇനി മൂസ അലൈഹിസ്സലാം അവതരിപ്പിച്ച മുഅ്ജിസത്തുകൾ തന്നെ ആ സമൂഹം സ്വീകരിക്കുകയുണ്ടായോ? അദ്ദേഹം കാണിച്ച മുഅ്ജിസാത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവര് എന്നാ വന്നോളൂ, താങ്കൾ അള്ളാഹുവിന്റെ ദൂതനായിട്ട് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ മുഅ്ജിസാത്തുകളിലൂടെ, അതുകൊണ്ട് ഞങ്ങള് താങ്കളെ ഹാർദമായി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്, താങ്കൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടുകൂടി ഞങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാം എന്ന നിലക്ക് ആ സമൂഹം പറയുകയാണോ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയല്ല. മുഅ്ജിസാത്തുകൾ കൊണ്ട് ആ സമൂഹം വിശ്വാസികളായി അദ്ദേഹത്തോടൊപ്പം ഉടനെ തന്നെ അണിനിരക്കുകയല്ല ചെയ്യുന്നത്. സത്യവും അസത്യവും മാറ്റുരക്കാൻ ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരമാകുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന് പ്രസക്തിയൊന്നുമില്ല. അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സത്യവും അസത്യവും മാറ്റുരക്കാൻ പ്രയോജനകരമാവുന്ന ചില കാര്യങ്ങൾ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയും ആളുകൾക്ക് ദൃശ്യമാക്കുന്നുണ്ട്. 2500ഓളം വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇപ്പോ വിവരണത്തിൽ വരുന്നത് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അരങ്ങേറിയ ചരിത്ര സംഭവങ്ങളാണ്. ഇതൊക്കെ ബൈബിളിലോ അല്ലെങ്കിൽ ബൈബിൾ അനുബന്ധ സ്രോതസ്സുകളിലോ നൽകപ്പെട്ട വിവരണം പോലെയല്ല ഇവിടെ നൽകപ്പെടുന്നത്. നിരക്ഷരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ചരിത്ര സംഭവങ്ങളെ അതിന്റെ സ്രോതസ്സുകളിലുള്ള തെറ്റുകൾ പോയിട്ട് പുനരവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നത് ആ സമൂഹം തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഈ സമൂഹം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഈ സമൂഹത്തിനെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്നതിന് ആവശ്യമായ ചില കാര്യങ്ങൾ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാണിക്കുകയും അവരെ അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ മൂസ അലൈഹിസ്സലാം കാണിച്ച അതേ വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ തന്നെ കാണിക്കണം എന്ന വിധത്തിലാണ് ഇവര് പറയുന്നതെങ്കിൽ അത് അവരുടെ ഭാഗത്ത് നിന്നുള്ള കേവലമായ ധാർഷ്ട്യം എന്ന് മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അതാണ്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണ ഘട്ടത്തിലാണ് ഒരു ക്രിസ്തീയ സംഘം അവിടെ എത്തുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൂടിക്കാഴ്ച നടത്തി അവരോട് അവരുടെ പല സംശയങ്ങളും നിവാരണം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസം ഉൾക്കൊള്ളുന്നതൊക്കെ എത്യോപ്യയിൽ നിന്ന് വന്ന ഒരു പ്രമുഖ സംഘമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നത്. അത് കണ്ണിനെ പോലെയുള്ള വാക്കുന്നത്. അവര് ഈ ദൗത്യ സംഘത്തെ എത്യോപ്യയിൽ നിന്ന് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ മുതിർന്ന ആ സംഘത്തെ അവഹേളിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മള് നേരത്തെ തന്നെ ഒരു സൂറത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ചർച്ചയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. എത്യോപ്യയിൽ നിന്ന് വന്ന ആ ക്രൈസ്തവ സംഘത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം ബോധ്യപ്പെടുന്നത് അവര് കണിശമായി വ്യക്തമായി മനസ്സിലാക്കിയ ചില അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ടാണ്. എന്നാൽ തങ്ങളുടെ കൺമുന്നിൽ ബാല്യം തൊട്ടേ ശൈശവം തൊട്ടേ ജീവിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊള്ളാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ മക്കയിലെ പലർക്കും സന്നദ്ധത ഉണ്ടായില്ല എന്നതും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടർച്ചയായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നതും ഈ സന്ദർഭത്തില് ഈ സംഭവങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അബൂജഹലിനെ പോലെയുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അവർക്ക് പകൽ വെളിച്ചം പോലെ അറിയുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിരിക്കെ തന്നെ. അപ്പോ മക്കയിലെ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിശ്വസിക്കുന്നു. അവർക്കതിന് ഒരുപക്ഷെ ഉള്ള ന്യായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ അവർ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിൻപറ്റാൻ മുതിരുകയാണെങ്കിൽ മക്കയില് നൂറ്റാണ്ടുകളായി അറബ് സമൂഹങ്ങൾക്കിടയിൽ ഖുറൈശികൾക്കുണ്ടായിരുന്ന സ്ഥാനവും പദവിയും സ്വാധീനവും ഒക്കെ പെട്ടെന്ന് ഇല്ലാതെയാകും, തങ്ങൾ തീർത്തും അപ്രസക്തരാകും എന്ന അവരുടെ കണക്കുകൂട്ടലാവാനാണ് സാധ്യത. ഭൗതികാർത്ഥത്തില് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമുണ്ടാക്കുന്ന, വലിയ അധികാരവും സ്വാധീനവും അതുപോലെ ജനങ്ങളെ നിയന്ത്രിക്കാനൊക്കെയുള്ള അവസരവും ഒക്കെ നഷ്ടമാക്കുന്ന ഒരു കാര്യമായിട്ടാവണം അത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോ ഭൗതികമായ, ലൗകികമായ, ജഡികമായ പല സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് മക്കയിലെ പ്രധാനപ്പെട്ട പല ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കൂട്ടാക്കാതിരിക്കാൻ അവർക്ക് കാരണമായിട്ട് ഉണ്ടായിരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൂടാതെ പല വ്യാജമായ ന്യായങ്ങളും അവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിഹ്ർ ബാധിച്ചിട്ടുണ്ട്, അദ്ദേഹം കവിയാണ്, അദ്ദേഹത്തിന് ഭ്രാന്താണ്, അദ്ദേഹം, അങ്ങനെ പല ന്യായങ്ങളും പല വാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊള്ളാതെ, അദ്ദേഹത്തെ അംഗീകരിക്കാതെ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
യഥാർത്ഥത്തിൽ അതിന്റെ പുറകിൽ അവർക്കുണ്ടായിരുന്ന താല്പര്യം വളരെ ജഡികമായ, ഭൗതികമായ, ലൗകിക താല്പര്യങ്ങളാണ്. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.